ആശുപത്രിയിൽ മതികല ഒരിക്കൽ കുട്ടിമണിയെ കാണാതായതിനു പിന്നിൽ മതികലയാണെന്ന് ബാലനോട് മനസ്സജൻ പറയുന്നു. കുഞ്ഞുമണിയെ മനസ്സജന് കൊടുക്കുന്ന സുഭദ്ര സ്വന്തം മകളെ തിരികെ സീതയെ ഏൽപ്പിച്ച് മനസ്സജൻ മടങ്ങുന്നു. മതികലയെ ബാലൻ പുറത്താക്കുന്നെങ്കിലും മതികല പോകുന്നില്ല. സീത ജലജയെ വയലോരം വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. മതികല വിളിച്ചത് ബാസ്റ്റിനെയാണെന്ന് തിരിച്ചറിയുന്ന മനസ്സജൻ. തുടർന്ന് കാണുക. ഞാൻ വാക്ക് പാലിച്ചു. അവനെ ഇവിടുന്ന് ഇറക്കി വിട്ട് താക്കോലും മേടിച്ചിട്ടുണ്ട്. താക്കോല് വാങ്ങിച്ചത് നീ ആയിരിക്കും, പക്ഷേ വാടകക്കാരനെ ഇറക്കി വിട്ടത് കുട്ടുമണിയാ. ഓ, സമ്മതിച്ചു. എനിക്ക് ക്രെഡിറ്റ് ഒന്നും വേണ്ട. എന്തായാലും വാടകക്കാരൻ ഇറങ്ങിപ്പോയല്ലോ. കാര്യസ്ഥൻ എന്ന നിലയിൽ എന്റെ ആദ്യത്തെ ജോലി പൂർത്തിയായി. കാര്യസ്ഥനോ? ആര് പറഞ്ഞു നീ എന്റെ കാര്യസ്ഥനാണെന്ന്? ജോലി തരണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ലല്ലോ. അങ്ങനെ സമ്മതിക്കണമെന്ന് നിർബന്ധമില്ല മാഡം. എന്നെ ഞാൻ അപ്പോയിന്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞു. നീ എന്നെ എന്താ വിളിച്ചേ? മേഡോന്നോ? അതെ, മുതലാളി സ്ത്രീകളെ തൊഴിലാളി പുരുഷന്മാർ വിളിക്കുന്ന ഓമന പേരാ മാഡോന്ന്. ഞാനിനി അങ്ങനെ വിളിക്കൂ. അതിന് ഞാൻ നിന്റെ മുതലാളിയാണെന്ന് പറഞ്ഞില്ലല്ലോ. മാഡം, ആദ്യത്തെ ജോലി പൂർത്തിയായി. രണ്ടാമത്തെ ജോലി ഞാൻ ഇന്നലെ തന്നെ പൂർത്തീകരിച്ചല്ലോ. അത് മറക്കരുത്. രണ്ടാമത്തെ ജോലിയോ? അതേത് ജോലിയാ? മാഡം പറഞ്ഞ അനുസരിച്ച് ഞാൻ വൈദ്യനെ കൊണ്ടുവന്നില്ലേ, അതായിരുന്നു രണ്ടാമത്തെ ജോലി. ഓ, ആ ജോലിക്ക് നീ കൂലി വാങ്ങിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു. മരുന്നുകൾക്ക് 800 രൂപ ആയുള്ളൂ. നീ വൈദ്യന്റെ കയ്യിൽ നിന്ന് 1000 രൂപ ബില്ല് വാങ്ങിച്ചു അല്ലേടാ? ഇനി വാടകക്കാരെ ഒഴിപ്പിച്ച വകയിലും കാശടിച്ചോന്ന് ആർക്കറിയാം? അയ്യോ മാഡം, സത്യമായിട്ട് നിസ്വാർത്ഥ സേവനം എന്റേത്. ഇന്നലെ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ടാ ഞാൻ 200 രൂപ എടുത്തത്. എന്നോട് ക്ഷമിക്കൂ മാഡം. ആ, ഇനി ആഹാരം കഴിക്കാൻ ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ചാ മതി, കേട്ടല്ലോ? ശരി മാഡം. 15,000 രൂപ ശമ്പളമുള്ള സ്ഥിതിക്ക് ഇനി എനിക്ക് പട്ടിണി കിടക്കേണ്ടി വരത്തില്ല മാഡം. നീയപ്പോ കാര്യസ്ഥ പണിക്ക് ശമ്പളവും സ്വയം തീരുമാനിച്ചോ? ഓ, എനിക്ക് ആഹാരം കഴിക്കാൻ മാസം 15,000 രൂപയെങ്കിലും വേണം മാഡം. ശരി ശരി. മാംസാഹാരം ഒന്നും കഴിക്കില്ലല്ലോ അല്ലേ? ഏയ്, ശുദ്ധ വെജിറ്റേറിയനാ മാഡം. കോഴി മാംസത്തിന്റെ ഗന്ധം അടിച്ചാലേ എനിക്ക് ഛർദ്ദി വരും. പോത്തിനെയും പശുവിനെയും തവളയും ഒക്കെ തിന്നുന്ന മനുഷ്യനുണ്ടത്രേ. മതി മതി, കേട്ടിട്ട് എന്നെ അറപ്പ് തോന്നുന്നു. പിന്നെ മാഡം, മാംസാഹാരത്തെ വെറുക്കുന്ന 2 ചെറുപ്പക്കാരെ ഞാൻ ഈയിടെ പരിചയപ്പെട്ടു. ജൈവ പച്ചക്കറിയുടെ പ്രചാരം വർദ്ധിപ്പിക്കാനായി അക്ഷീണം പ്രവർത്തിക്കുന്നവരവർ. 1 മിസ്റ്റർ മനസ്സജൻ ആൻഡ് 1 മിസ്റ്റർ പിച്ചള. അവര് വാടകയ്ക്കൊരു വീട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലോ? നല്ല വാടക കിട്ടും. വീട് പിന്നെ വാടകയ്ക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തിനാ വെറുതെ കശവിശ ഉണ്ടാക്കുന്നേ? വീട് വെറുതെ പൂട്ടിയിട്ടാൽ നശിച്ചു പോയില്ലേ? ഈ ചെറുപ്പക്കാരാകുമ്പോൾ വീട് നന്നായി നോക്കിക്കോളും, തൂത്തുവാരിയും തുടച്ചു വിട്ടോളും. നമുക്ക് വാടകയും കിട്ടും. ആ, നമുക്ക് ആലോചിക്കാം എന്താ വേണ്ടതെന്ന്. ആലോചിക്കാൻ ഒന്നുമില്ല, നമ്മളിത് അങ്ങോട്ട് ഉറപ്പിക്കുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ മാഡത്തിന് മനസ്സിലാവും നല്ല ഡീസന്റ് പാർട്ടിയാണെന്ന്. എന്തായാലും അവരോട് ഇത്ര ഇടം വരെ വരാൻ പറ. ആ ശരി മാഡം, നാളെ തന്നെ ഞാൻ അവരെ കൊണ്ടുവരാം. എങ്കിൽ നമുക്ക് തിരിച്ചു പോവാം. അതെ, ഈ ഡ്രൈവർ പണിക്ക് വേറെ ശമ്പളം തരണം കേട്ടാ. എല്ലാം കൂടെ ചേർത്ത് 10,000 രൂപ തരും. പറ്റുമെങ്കിൽ നിന്നാ മതി. 10,000 രൂപയ്ക്ക് ഇന്നത്തെ കാലത്ത് ബംഗാളികളെ പോലും കിട്ടില്ല. പക്ഷെ മലയാളികളെ കിട്ടുമല്ലോ. കാര്യസ്ഥ പണിയെന്ന് പറഞ്ഞ കാര്യമായിട്ട് മെയ്യ അനങ്ങണ്ടല്ലോ. 10,000 എങ്കിൽ 10,000 കിട്ടുന്നതാകട്ടെ. നമുക്ക് പോവാം. ഇനിയിപ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് അവള് തിരിച്ചു പോകണ്ട, തുറന്നു തന്നെ ഇട്ടേക്കാം. അപ്പച്ചമ്മേ, എന്താ? 1 മണിക്കൂറിനകം വരാമെന്ന് പറഞ്ഞ പൂതനയെ ഇതുവരെ കണ്ടില്ലല്ലോ മോളെ. ഇനി വരാതിരിക്കുവോ? ഏയ്, വരൂ അപ്പച്ചമ്മേ. വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും വിളിച്ചോളാം. അല്ല, മറ്റേ താടക എന്തിയെ? ഇപ്പോഴും മുറിക്കകത്ത് കിടപ്പാണോ? അതെ, ഞാൻ വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല. നല്ല ഉറക്കമാണെന്ന് തോന്നുന്നു. അടവ് അല്ലാതെ പിന്നെന്തോന്നാ? ഞാൻ നോക്കിയിട്ട് അവളുടെ മുഖത്ത് ഒരു ക്ഷീണവും കാണുന്നില്ല. പിന്നെ ദേഹത്ത് അഹങ്കാരത്തിന്റെ കൊഴുപ്പ് പണ്ടേ ഉണ്ട്. ഇതാണോ നിങ്ങളുടെ 1 മണിക്കൂർ? മോള് ചാവാൻ കിടക്കണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കൂസലും ഇല്ലേ? പുകഞ്ഞ കൊള്ളി പുറത്ത്. അവളെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന് അറിയാലോ. തള്ളയും മോളും കൂടെ കളിച്ച ബാലയൊന്നും ഞങ്ങൾ അറിയില്ലെന്നാണോ മറുതെ നീ കരുതിയത്?
ഞങ്ങളുടെ കുട്ടിമണിയെ തട്ടിക്കൊണ്ടുവന്ന് മാണിക്യമംഗലത്ത് താമസിപ്പിച്ചിട്ടല്ലേടി ഒരുമ്പെട്ടവളെ നിന്റെ സന്തതി പിന്നെ ഇവിടെ കുട്ടിച്ചോറക്കാൻ ഇങ്ങോട്ട് വന്നത്. ദേ മര്യാദയ്ക്ക് ഇന്ന് തന്നെ ആ പിശാചിനെയും കൊണ്ട് ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ രണ്ടിനെയും കൂടെ തേങ്ങ കൂട്ടി അരച്ച് ഞാൻ പുളിശ്ശേരി വെക്കും. ബാലേട്ടൻ ഉറക്കുക. ഉണരുന്നതിന് മുമ്പ് കലയെ ഇവിടുന്ന് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നിങ്ങളോട് വേഗം വരാൻ പറഞ്ഞത്. എന്ത് ചെയ്യാനാ സീതമോളെ? ബ്യൂട്ടി പാർലറിൽ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാ അവിടെ. ഒരാഴ്ച മുമ്പ് ഞാൻ ബുക്ക് ചെയ്തതാ. അത് മാറ്റാൻ പറ്റുമോ? കൊള്ളാം, പിള്ളയ്ക്ക് ചേർന്ന തള്ള. മോക്ക് വായ്ക്കരിടാനാണെങ്കിലും നിങ്ങൾ ചമഞ്ഞൊരുങ്ങിയേ വരൂ അല്ലേ? ഇത്തരം കടുത്ത വാക്കുകളൊന്നും പറയില്ലേ അപ്പച്ചമ്മേ. അവള് കുഞ്ഞല്ലേ. കുഞ്ഞ് വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നാ അവള് പറയുന്നത്. അവക്ക് ഗർഭാലസ്യമാണ് അത്രേ, ഗർഭാലസ്യം. ഗർഭാണെന്ന് മുമ്പേ ഫോണിൽ പറഞ്ഞതല്ലേ, പിന്നെന്താണ് ഇത്രയും അഭിനയം? അവള് കള്ളം പറയുകയാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആശുപത്രിയിലോ മോർച്ചറിയിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പരിശോധിക്കാം. പക്ഷെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടരുതെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ മോൾക്ക് ഗർഭോ? ഞാനൊരു മുത്തശ്ശിയാവാൻ പോകുന്നോ? എവിടെ എന്റെ മോള്? അപ്പച്ചമ്മ, എനിക്ക് അവളെ ഉടനെ കാണണം. അങ്ങോട്ട് സീതേ, നീ എവളെ വിളിച്ചോണ്ട് പോ. ഇവളുടെ ഈ ഭാവാഭിനയം കണ്ടിട്ട് എനിക്ക് ചൊറിഞ്ഞു കേറുന്നുണ്ട്. എന്നിട്ട് ആ ശവത്തിനെ കാണിച്ചു കൊടുക്ക്. എന്റെ കുഞ്ഞിനോടുള്ള എന്റെ വിരോധം എല്ലാം മാറി. അല്ലേലും ഒരു കുഞ്ഞിന്റെ പിറവി എല്ലാവരുടെയും മനസ്സ് മാറ്റുമല്ലോ. അപ്പച്ചമ്മേ, കുഞ്ഞു വന്നു കഴിയുമ്പോ നിങ്ങളും അവളെ സ്വീകരിക്കും, ഓമനിക്കും. അതേടി, അവളെ ഓമനിക്കാൻ എന്റെ കാലിന്റെ പെരുവരില് മുതൽ ഉച്ചവരെ തരിച്ചു കേറുന്നുണ്ട്. കാലുമടക്കി നിന്നെ ഞാൻ ഇത്തിരി ഓമനിച്ചോട്ടെ. വഴക്കും വക്കണൊന്നും വേണ്ട അപ്പച്ചമ്മ. കലയുടെ അമ്മ വരൂ, ഞാൻ അവളെ കാണിച്ചു തരാം. അവളുടെ ഒരു ബ്യൂട്ടി പാർലറും ബാലയും ഇരിക്കുന്ന കണ്ടേച്ചാലും മതി. ഭദ്രകാളി. എന്നും വയ്യായികയാണെന്നാ ഇവള് പറയുന്നത്. അമ്മേ, ഈ വയ്യായികയൊക്കെ എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇവരൊന്നും വിശ്വസിക്കുന്നില്ല അമ്മ. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞേക്കാം. നിന്റെ അസുഖം ശരിക്കുള്ളതാണെങ്കിൽ നിന്നെ ചികിത്സിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഈ വീട്ടിലെ നിഷ്കളങ്കരായ സാധു മനുഷ്യരെ ശിക്ഷിക്കാനുള്ള അഭിനയമാണ് നിന്റേതെങ്കിൽ ഈ അമ്മ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. ഭർത്താവിന്റെ വീട്ടില് പെൺകുട്ടികൾ അടങ്ങി ഒതുങ്ങിയാ കഴിയേണ്ടത്, ഈ സീത മോളെ പോലെ. അങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയാനും ഇനി ഇവിടെ പറ്റില്ല. ബാലേട്ടൻ ഓർക്കം ഉണരുന്നതിന് മുൻപേ കല ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റൂ. അയ്യോ ദൈവമേ, ഇത്തിരി ഇരുന്നപ്പോഴേക്കും തല വീണ്ടും ചുറ്റാൻ തുടങ്ങി. ഇതൊക്കെ ഗർഭത്തിന്റെ ലക്ഷണങ്ങൾ തന്നെയാ. എങ്കിൽ എഴുന്നേക്ക് വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഞാൻ വരില്ലമ്മ. ഇവിടുന്ന് ഇറങ്ങിയ ഇവര് പിന്നെ എന്നെ തിരിച്ച് കേറ്റത്തേ ഇല്ല ഈ വീട്ടില്. നീ ന്യായം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, ഇറങ്ങിയേ പറ്റൂ. ഇതൊക്കെ കേട്ടിട്ട് എന്റെ തലയും പെരുക്കുന്നു. സീതമോളെ, വല്ലാത്ത പരവേശം. കുടിക്കാൻ ഇത്തിരി വെള്ളം എടുക്ക. എന്താ മോളെ പ്രശ്നം? വയറ്റിലുണ്ടോ? എവിടുന്ന്? ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള അടവല്ലേ അമ്മേ. ഗർഭം പോലും, അത് എനിക്ക്. ഈ നശിച്ച വീട്ടിൽ നിന്ന് ഒരു സന്തതി എന്റെ വയറ്റിലുണ്ടാവുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ. പക്ഷെ കുറച്ചു കാലം ഇതും പറഞ്ഞിവിടെ കടിച്ചു തൂങ്ങാൻ പറ്റും. തൽക്കാലം ഇങ്ങനെ പോട്ടെ. എങ്കി പിന്നെ ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി നിന്റെ ഗർഭം അങ്ങ് അനൗൺസ് ചെയ്താലോ? പിന്നെ ആർക്കും ഒരു സംശയം തോന്നില്ലല്ലോ. കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടറെ പെട്ടെന്ന് കിട്ടൂ. അതൊക്കെ നീ എനിക്ക് വിട്ടേക്ക്. നിനക്ക് സുഖമില്ലെന്ന് സീത വിളിച്ചു പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു എന്തെങ്കിലും നാടകമായിരിക്കുമെന്ന്. ഒരു ഡോക്ടറെ വിളിച്ച് ഒരു നാടകം ഉണ്ടെന്നും റെഡിയായിട്ടിരിക്കാനും പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൊള്ളാം. എനിക്ക് പിന്നെ വിളിക്ക്, ഇപ്പൊ തന്നെ വിളിക്ക്. ഗർഭം ഒന്ന് കൊഴുക്കട്ടെ. അമ്മ വിളിച്ചു വിളിച്ചു. ഹലോ ഡോക്ടർ,
ഞാൻ ജലജയാ. മോളെ എന്തായി? പൂതനയും കൊണ്ട് താടക ഇന്ന് തന്നെ പോവോ? എങ്ങനെ ഞാനൊന്ന് പറഞ്ഞു വിടും അപ്പച്ചമ്മ? ഇത്രയും കാലം അവളെ ഇവിടുന്ന് പുറത്താക്കാൻ മുമ്പിൽ നിന്നത് നിങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് ബാലേട്ടന്റെ ഭാവം കണ്ടതോടെ എനിക്ക് ശരിക്കും പേടിയായി അപ്പച്ചമ്മ. അവൾ ഇവിടുന്ന് പോവേണ്ടത് ഇപ്പൊ എന്റെയും കൂടി ആവശ്യം. അല്ല, ബാലൻ ഇതുവരെ ഉണർന്നില്ലല്ലോ, വിളിക്കണ്ടേ? വേണ്ട, ശാന്തമായി ഉറങ്ങിക്കോട്ടെ. ഉണരുമ്പോ നമുക്ക് പറഞ്ഞു കൊടുക്കാം മതികളെ നമ്മൾ ഇവിടുന്ന് ഓടിച്ച കഥ. ഓ, എന്റെ പരുത്തിക്കാവിലമ്മേ, അവളെ ഇന്ന് തന്നെ ഇവിടുന്ന് കെട്ടിച്ചാൽ ഞാൻ നാളെ തന്നെ ഒരു ചുറ്റുവിളക്ക് കഴിപ്പിച്ചേക്കാമേ. ഈ പ്രശ്നങ്ങളൊക്കെ കാരണം ഇന്നത്തെ ബാങ്കിൽ പോക്ക് മുടങ്ങി. ബാങ്കിലൊക്കെ നാളെയും പോവാലോ. അതിനേക്കാൾ പ്രാധാന്യമുള്ള കാര്യങ്ങളാ ഇവിടെ നടക്കുന്നത്. ആ ഇന്ധരവളെ ഇന്ന് തന്നെ ഇവിടുന്ന് കെട്ടിക്കണം. ഞാൻ ഏറ്റപ്പച്ചമ്മേ. SK ക്ലിനിക്കിലേക്ക് നീ ചെന്നാ മതി. ഡോക്ടർ റെഡിയായി നിൽക്കുന്നുണ്ടാവും. ഏത് ഡോക്ടറെന്നോ? മൃഗ ഡോക്ടർ. എടാ മന്ന ബുദ്ധി, ആ പൊട്ട ക്ലിനിക്കില് ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ. ഈച്ച അടിച്ചിരിക്കാൻ എന്തിനാ കൂടുതൽ പേര്? ആ ചെല്ല്. ഒരാവശ്യം പറഞ്ഞ ഡ്രൈവർ വരെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. ജലജ പാപ്പരായെന്ന് എല്ലാവർക്കും അറിയാം. ഒക്കെ ശരിയാവും അമ്മേ. ഈ ഗർഭകഥ ഒന്ന് വളർന്നോട്ടെ. അതെങ്ങനെയാ? അരിഷ്ടവും ലേഹ്യവും ഒന്നും കഴിച്ചാൽ ഈ ക്ഷീണം മാറില്ല. ഡോക്ടർ വന്ന് നിന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിക്കട്ടെ. രോഗം മാറണമെങ്കിൽ ഇംഗ്ലീഷ് മരുന്ന് തന്നെ വേണം. വെള്ളം. അമ്മ ഏതോ ഡോക്ടറെ വിളിച്ച് വരാൻ പറഞ്ഞു സീതയെടുത്തി. എന്തിനാ ഡോക്ടറെ ഇങ്ങോട്ട് വരുത്തുന്നത്? അങ്ങോട്ട് പോയി കണ്ട് അതുവഴി അങ്ങ് മാണിക്യമംഗലത്തേക്ക് പോയാ പോരെ? ഈ സീതയെടുത്തേക്ക് എന്നോട് ഒരു കാരുണ്യവും ഇല്ല. ഒന്നുമില്ലെങ്കിലും ഞാനൊരു ഗർഭിണിയല്ലേ സീതയെടുത്തി. താങ്ക്സ് സീത മോളെ. കുഞ്ഞുമണി എവിടെ? അവൾ ഉറങ്ങ. എന്നോട് നീരസമൊന്നും തോന്നണ്ട മോളെ. ഡോക്ടർ വന്ന് പരിശോധിക്കട്ടെ. കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഇവളെ കൊണ്ടുപോയിക്കോളാം. കുഴപ്പമുണ്ടെങ്കിലും കൊണ്ടുപോയേ പറ്റൂ. ബോൾഡ് ആവണമെന്നേ ഉപദേശിച്ചു കൊടുത്ത ഞാന്. എന്നിട്ട് എന്റെ അടുത്ത് തന്നെ ബോൾഡായി. എന്റെ ഒരു തലവിധി. അല്ല മോളെ, ഗർഭകഥ വളർന്നാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാവുമെന്ന് പറഞ്ഞത് എന്തുദ്ദേശത്തിലാ? അതാണ് സസ്പെൻസ്. അവിടെ ഇത്തിരി കാശൊക്കെ വീഴാനുള്ള വഴിയുണ്ടമ്മ. അതെങ്ങനെ? ഇവിടെ വന്നതിന് ശേഷം ക്രൂരമായിട്ടാ രവി എന്നോട് പെരുമാറിയത്. പക്ഷെ ഒരു രാത്രി അയാള് വല്ലാതങ്ങ് ഉറങ്ങിപ്പോയി. അല്ല, ഞാൻ ഉറക്കി. അതിനയാള് തിരിച്ച് എനിക്കിട്ടൊന്ന് പണിതെങ്കിലും ഉറങ്ങിപ്പോയ രാത്രി എന്ത് സംഭവിച്ചു എന്ന് അയാൾക്ക് നല്ല പേടിയുണ്ട്. ആ പേടിയും ഈ ഇല്ലാ ഗർഭവും കൂട്ടിയിണക്കിയ വയലോരം വീട്ടിലെ ഇളമുറത്തമ്പുരാൻ വിറയ്ക്കും നിന്ന്. പക്ഷേ രവി വിറച്ച നമുക്ക് കാശ് കിട്ടുവോ? രവിക്ക് മുമ്പിൽ പിന്നെ രണ്ട് ചോയ്സേ ഉള്ളൂ. ഒന്നുകിൽ എന്റെ വ്യാജഗർഭത്തെ അംഗീകരിക്കുക, അല്ലെങ്കിൽ പിന്നെ ഗർഭം അലസിപ്പിക്കാൻ ശ്രമിക്കുക. എന്റെ അഭിവന്ദ്യ പിതാവ് ഹിസ് ഹൈനസ് മഹാദേവൻ തമ്പിയും പറയും ആ സർപ്പസന്തതിയെ നമുക്ക് വേണ്ടാന്ന്. രവി എന്റെ മുമ്പിൽ മുട്ടുമടക്കും. ഈ കുഞ്ഞിനെ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞ് കാല് പിടിക്കും. ആ സ്റ്റേജില് മതികല ഒരു ഡിമാൻഡ് വെക്കും. മഹാദേവൻ തമ്പിയുടെ സ്വത്തുക്കളുടെ പാതി തന്ന ഗർഭം അലസിപ്പിക്കാന്ന്. കൊള്ളാം, ഉഗ്രൻ ഐഡിയ. പക്ഷേ ഗർഭമാണെന്ന് അറിയുന്ന ഉടനെ വയലോരം വീട്ടിൽ സെന്റിമെന്റ്സ് ഒഴുകിയ പ്രശ്നമാണ്. ആ കുപ്പച്ചിത്തള്ളയില്ലേ, അവര് ചിലപ്പോ കണ്ണു നിറച്ചു പറയും ഇവിടുത്തെ സന്തതിയല്ലേ കൊല്ലണ്ട മക്കളേന്ന്. അതോർത്ത് നീ പേടിക്കണ്ട. ചൊറിഞ്ഞ് അവർക്ക് ദേഷ്യം കൂട്ടുന്ന കാര്യം
ഞാൻ ഏറ്റു. അമ്മയുടെ ഫോണിങ് തന്നെ എനിക്ക് കുറച്ച് കോളുകൾ ചെയ്യാനുണ്ട്. ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണേ. ഞാൻ ബാസ്റ്റിനെ ഒന്ന് വിളിക്കട്ടെ. ഡോക്ടറെ കാണുന്നില്ലല്ലോ മോളെ. ബാലൻ ഉണരുന്നതിന് മുമ്പേ വന്ന് പരിശോധിച്ചിട്ട് അവളെയും കൊണ്ട് പോയാ മതിയോ? അപ്പച്ചമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഒക്കെ നടക്കും. ഞാനല്ലേ പറയുന്നേ. ആ വന്ന് വരൂ ഡോക്ടറെ, ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. പേഷ്യന്റ് എവിടെയാ കിടക്കുന്നേ? ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ആംബുലൻസ് വേണ്ടി വരും കേട്ടോ. എവിടെ കൊണ്ടുപോയാലും വേണ്ടില്ല. അവള് പറയുന്നത് നേരാണോന്ന് കണ്ടുപിടിക്കണം ഡോക്ടറെ. ആകാനൊരു സാധ്യതയില്ല. ക്ഷീണവും തളർച്ചയൊക്കെ അവരുടെ അഭിനയവും. പ്രഗ്നൻസി പീരീഡ് വരുന്ന അസ്വസ്ഥതയാണെന്നാ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും വിശദമായി പരിശോധിക്കാം. യൂറിൻ ടെസ്റ്റ് ചെയ്താ പ്രഗ്നന്റ് ആണോന്ന് അറിയാലോ. പരിശോധന നടത്തണമെങ്കിൽ അവളെ ഇവിടുന്ന് കൊണ്ടുപോകണം, വേണ്ടേ? ഏയ്, അതൊന്നും വേണ്ട. ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തുന്ന കിറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓ, അത് വേണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ മതിയെന്നേ ഉള്ളൂ ഞങ്ങൾക്ക്. കുറേ ദിവസം ആശുപത്രി കിടത്തി ചികിത്സിക്കണമെന്ന് പറ ഡോക്ടറെ. പേഷ്യന്റിനെ പരിശോധിക്കാതെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. അല്ല, ഡോക്ടർ വരൂ. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ഗർഭമൊന്നും ഉണ്ടാവല്ലേ. അവക്കെന്തെങ്കിലും ഗുരുതരമായ രോഗം വരാൻ ഒരു വഴിപാട് നേർന്നാലോ? അല്ലെങ്കിൽ വേണ്ട. ചെറിയ രീതിയിൽ വല്ല ക്ഷയോ കുഷ്ഠോ എന്തെങ്കിലും വരാൻ നേരത്തെ നേരം അത് മതി. പാവം. എന്നാലും അമ്മേ, ബാസ്റ്റും വിളിച്ചപ്പോ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തത് ആരായിരിക്കും? ഫോൺ രവി ബാംഗ്ലൂർക്ക് കൊണ്ടുപോയിരിക്കുന്ന ഞാൻ കരുതിയത്. ആ, ആയിരിക്കും മോളെ. അറ്റൻഡ് ചെയ്തിട്ട് അവൻ മിണ്ടാതെ നിന്ന് കാണും. അല്ലമ്മേ, ബാസ്റ്റിനെ അതിനു മുമ്പ് വിളിച്ചപ്പോഴൊക്കെ താങ്കൾ വിളിച്ച സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്ന് മലയാളത്തിലാണത്ര കേട്ടത്. ബാംഗ്ലൂർ ആയിരുന്നെങ്കിൽ കന്നഡത്തിലുള്ള വോയിസേ വരൂ. അപ്പൊ ഫോൺ ഈ വീട്ടിൽ തന്നെയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോളെ, ഞാനന്ന് നിന്നെ വിളിച്ചപ്പോ ആ കുപ്പച്ചിത്തള്ളയെ ഫോൺ എടുത്ത് എന്നെ ചീത്ത വിളിച്ചത്. ആരോ വരുന്നുണ്ട്, നീ പോയിരുന്നു. ഡോക്ടർ വന്നോ? എമർജൻസി ഉണ്ടെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു തിയേറ്ററിലായിരിക്കുമെന്ന്. വൈകുന്ന കരുതിയേ. ആ, 5-8 കേസ് ഉണ്ടായിരുന്നു. രാവിലെ മുതൽ തിയേറ്ററിൽ തന്നെയായിരുന്നു. വല്ല സിനിമ തിയേറ്ററിലും ആയിരിക്കും. എല്ലാവരും ഒന്ന് പുറത്തു നിൽക്കേ. എനിക്ക് ഈ കുട്ടിയെ വിശദമായിട്ടൊന്ന് പരിശോധിക്കണം. വാ സീത മോളെ. എന്റെ ഡ്യൂട്ടി എന്താണെന്നറിയാലോ. ഇല്ലാത്ത ഗർഭം ഉണ്ടെന്ന് വരുത്തി തീർക്കുക. കുട്ടി സഹകരിക്കണം. എന്ത് സഹകരണത്തിനും ഞാൻ റെഡിയാ. ഒരു കാര്യം ശ്രദ്ധിച്ചോണം, ഡോക്ടറുടെ കൂടെ ഇപ്പൊ വന്ന ആ പെണ്ണില്ലേ, ഇപ്പം കരയുന്ന മട്ടിൽ മുഖം വെച്ചിരിക്കുന്ന ആ പെണ്ണ്, അവള് കുറെ കാലം മെഡിസിന് പഠിച്ചിരുന്നതാ. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. അതോർത്ത് ടെൻഷൻ വേണ്ട. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായ ഒരു ഡിവൈസാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഓ, ഡോക്ടർമാർ വരെ വിശ്വസിക്കും കുട്ടി പ്രഗ്നന്റ് ആണെന്ന്. ഗുഡ്. ആ റിസൾട്ട് വെച്ച് ഒരു ലാബ് റിപ്പോർട്ട് എനിക്ക് സംഘടിപ്പിച്ച് തരാൻ പറ്റില്ലേ? പിന്നെന്താ, ഇനി സ്കാനിംഗ് റിപ്പോർട്ട് വേണേലും പറഞ്ഞാൽ മതി. 2-ാം മാസത്തേത് മുതൽ 10-ാം മാസത്തേത് വരെ റെഡിയാ. കൊള്ളാം. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാം. ഒരു 2.5-3 മാസം വളർച്ചയുള്ള സ്കാനിംഗ് റിപ്പോർട്ടും കൂടി കയ്യിലിരിക്കട്ടെ. കളിയൊന്ന് ഉഷാറാവും. മുറിയില് വാഷ്റൂം ഇല്ലാത്ത സ്ഥിതിക്ക് യൂറിൻ സാമ്പിൾ എടുക്കുന്നതായി ഒരു നാടകം കളിക്കണം. എന്നാലേ ഒറിജിനാലിറ്റി കിട്ടും. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. ഞാൻ റെഡിയാ, എടുത്തോളൂ. ഓക്കെ, ശരി എന്നാ.
മതികലയുടെ മട്ടും മാതിരിയൊക്കെ കണ്ടിട്ട് ഗർഭിണിയാണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. സീത മെഡിസിന് പഠിച്ചതല്ലേ, മോൾക്കെന്ത് തോന്നുന്നു? ഗർഭിണികളുടെ മട്ടും മാതിരി അഭിനയിക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പ്രത്യേകിച്ച് കലയെ പോലെയുള്ള മഹാനടിമാർക്ക്. അപ്പച്ചിയമ്മയ്ക്ക് എന്ത് തോന്നുന്നു? ഒരൊറ്റ തൊഴി വെച്ച് തരാനാ ഇപ്പൊ തോന്നുന്നത്. തരട്ടെ. എന്തിനാ അപ്പച്ചിയമ്മേ എന്നോടും എന്റെ മോളോടും ഇത്ര വിരോധം? നമ്മളൊക്കെ അടുത്ത ബന്ധുക്കളല്ലേ? നിങ്ങളെ പോലെ രണ്ട് അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിൽ ശത്രുക്കൾ വേറെ വേണ്ടടി. ജന്മം കോഞ്ഞാട്ടയായി പോകും. എന്റെ മോള് ചെയ്ത തെറ്റുകൾക്ക് ഞാൻ കാല് പിടിച്ച് മാപ്പ് ചോദിക്കാം. ദയവ് ചെയ്ത് അവളെയും പിറക്കാനിരിക്കുന്ന കുഞ്ഞിനെയും സ്വീകരിക്കണം. തെറ്റ് ചെയ്തത് നിന്റെ മോളല്ലടി, നീയാ. ഞാൻ അതെ, നീയാ. അവളെ പെറ്റില്ലേ, അത് തന്നെ ഏറ്റവും വലിയ തെറ്റ്. ജനിച്ച ഉടനെ കാലി തൂക്കി തറയടിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നേനെ. എന്റെ പരുത്തിക്കാവിലമ്മേ, ഈ കുടുംബത്തിന്റെ ദുർവിധി എന്ന് പറഞ്ഞാ മതിയല്ലോ. തള്ളയും കൊള്ളാം, മോളും കൊള്ളാം. ഇനി ഇതേ അച്ചിൽ ഒരു കൊച്ചുകൂടി വന്നാൽ നാശം പൂർത്തിയായി. അയ്യോ അപ്പച്ചമ്മേ, കുഞ്ഞുങ്ങളെ പറ്റി അങ്ങനൊന്നും പറയല്ലേ. സ്വർഗത്തിലെ മാലാഖമാരാ കുഞ്ഞുങ്ങളായിട്ട് വരുന്നത്. സാധാരണ കൊച്ചുങ്ങൾ എല്ലാരും അങ്ങനെ. പക്ഷെ നിനക്ക് പിറക്കാൻ പോകുന്ന പേരക്കുട്ടി സർപ്പസന്തതിയായിരിക്കും. ചോരയുടെ ഗുണം അതും കാണിക്കും. മതി ഇത്തരം വർത്തമാനങ്ങൾ. കല പ്രഗ്നന്റ് ആണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നതല്ലേ ഉള്ളൂ അപ്പച്ചമ്മേ. റിസൾട്ട് വരട്ടെ, എന്നിട്ട് തീരുമാനിക്കാലോ എന്താ വേണ്ടെന്നൊക്കെ. ഞാനൊന്നും മിണ്ടുന്നില്ല മോളെ. പക്ഷെ ഇവള് വെറുതെ എന്നെ ചൊറിഞ്ഞോണ്ട് വരുവാ. കേൾക്കുന്നതിന് ചുട്ട മറുപടി പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ശരി, ഞാൻ ഇനി ഒന്നും മിണ്ടുന്നില്ല, പോരെ? മതി. സീതേ, ബാലേട്ടൻ ഉണന്നു. ഞാനിപ്പോ വരാം. ബാലേട്ടൻ ഉണർന്നത് ഞാൻ അറിഞ്ഞില്ല. 2-3 മണിക്കൂർ ഉറങ്ങിപ്പോയെന്ന് തോന്നുന്നല്ലേ? അതെ. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? ടെൻഷൻ മാറണമെങ്കിൽ ആ പിഴച്ചോളോടൊന്ന് പോണം. അല്ലെങ്കിൽ ഓരോ നിമിഷവും മനസ്സിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കും. ഇനി അവളെ കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട ബാലേട്ട. അവളുടെ അമ്മ വന്നിട്ടുണ്ട്. പരിശോധിക്കാനായി ഒരു ഡോക്ടറെ അവരെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഡോക്ടർ എന്തൊക്കെ പറഞ്ഞാലും ശരി, കലയെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഇറക്കും. ഇറങ്ങിയാൽ അവക്ക് നന്ന്. ഇല്ലെങ്കിൽ ഞാനിനി അവളുടെ കഴുത്തിരിക്കുന്നത് നിങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കും. ബാലേട്ട, ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. പരിഹാരം ഇല്ലാത്തതായിട്ട് ഒരു പ്രശ്നവുമില്ല. ബാലേട്ടൻ സമാധാനായിട്ടിരിക്കെ. ബാലേട്ടന് വിശക്കുന്നുണ്ടാവൂലേ? ഞാൻ ആഹാരം വിളമ്പിത്തരാം. ഏയ്, ഇപ്പൊ വേണ്ട സീതേ. അവളുടെ കാര്യത്തിലൊരു തീരുമാനമാവട്ടെ, എന്നിട്ട് മതി ഭക്ഷണം. നീ ചെല്ല്. സീതേ, ചെല്ലാൻ. ആരാ സുഭദ്ര വന്നത്? കൊച്ചേട്ടൻ. ആഹാ, ജലജകുമാരിയായിരുന്നു. കാറ് കണ്ടപ്പോ ആരാന്ന് സംശയിച്ചു. കൊച്ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. ഗോവിന്ദംകുളങ്ങരയിൽ സപ്താഹമല്ലേ, വായന കേൾക്കാൻ പോയതാ. നല്ലതാ കൊച്ചേട്ടാ. ഞാനും ഇപ്പൊ ഇത്തിരി ആത്മീയ ലൈനിലാ. സപ്താഹത്തിനൊക്കെ പോകാറുണ്ട്. പിന്നെ ബ്യൂട്ടി പാർലറിലായിരിക്കും നിന്റെ സപ്താഹം. എല്ലാം വായിരിക്കുന്ന കേക്കരുത്. അവളൊരു കൊച്ചാട്ടൻ. എവിടെ നിന്ന് വന്നാലും ഈ പുതിയ വിളിയൊക്കെ? ഞങ്ങൾ കുപ്പച്ചിയമ്മയും കുപ്പച്ചിയപ്പനും ഒക്കെ ആയിരുന്നല്ലോ പണ്ട്. ആത്മീയം വന്നാൽ വിളിയൊക്കെ മാറും. ഒക്കെ അമ്പാടിക്കണ്ണന്റെ ലീലാവിലാസങ്ങളല്ലേ? ഓ, അല്ലേ? പിന്നല്ലേ. ഒരമ്പാടിക്കണ്ണനെ തന്നെ എന്റെ മോൾക്ക് കൊടുക്കണേ എന്റെ ഭഗവാനെ. ഡോക്ടർ,
ഡോക്ടർ, എന്റെ മോൾക്ക് എന്താ അസുഖം? എല്ലാ പെൺകുട്ടികൾക്കും വരുന്ന അസുഖം തന്നെയാ. ഷീസ് പ്രഗ്നന്റ്. കുട്ടിയുടെ ഹസ്ബൻഡ് എവിടെ? വന്നില്ലേ? മരുമോൻ ബാംഗ്ലൂരാ ഡോക്ടറെ. ഡോക്ടർ സത്യമാണോ പറഞ്ഞത്? റിസൾട്ട് പോസിറ്റീവ് ആണോ? അതേ കുട്ടി, ഡിവൈസ് കണ്ടോ? റെഡ് ലൈൻ തെളിഞ്ഞു കിടക്കുന്നത് കണ്ടോ? പ്രഗ്നന്റ് ആണെങ്കിൽ മാത്രമേ 2 ലൈൻ തെളിയൂ. സീതേ, നേരാണോ സീതേ? അവള് ഗർഭിണിയാണോ? അതെ ബാലേട്ട. എല്ലാം തീർന്നു. ഈ കുടുംബം നശിച്ചു. വാട്ട് യു മീൻ? ഒരു കുഞ്ഞിനെ കാത്തിരിക്കുന്ന എത്രയോ കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ടെന്ന് അറിയാമോ? ദൈവം ആരോഗ്യമുള്ള ഒന്നിനെ തരാൻ തീരുമാനിച്ചപ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? ഇവരൊക്കെ ചില തെറ്റിദ്ധാരണകൾ ഉള്ളിൽ വെച്ച് നടക്കുന്നവരാ ഡോക്ടറെ. അതൊന്നും സാരമില്ല. ഞാനൊരു മുത്തശ്ശിയാവാൻ പോകുന്ന സന്തോഷ വാർത്ത പറഞ്ഞതിന് ഇതിരിക്കട്ടെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ? ഡോക്ടർ ചെന്നാട്ടെ. വന്നത് വന്നു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? ആ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. നമ്മുടെ രവിയുടെ ചോരയല്ലേ? അത്രേ എനിക്കും പറയാനുള്ളൂ. കൊച്ചേട്ടൻ പറഞ്ഞതാ അതിന്റെ ശരി. ഞാൻ എന്റെ പൊന്നുമോളെ ഒന്ന് കാണട്ടെ. എന്റെ പിണക്കം മുഴുവൻ മാറി. ഇപ്പോ എന്തൊരു സ്നേഹം അവളോട്. ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പച്ചിയമ്മേ? പ്രഗ്നന്റ് ആണെങ്കിലും അവളെ ഇവിടെ നിർത്താൻ ഞാൻ സമ്മതിക്കില്ല ബാലേട്ട. ബാലേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. അയ്യോ, മോളുണർന്നു. ഞാനിപ്പോ വരാം. ആർക്കും ഒരു സംശയമില്ല മോളെ. ഡോക്ടറുടെ പെർഫോമൻസ് കലക്കി. അതെ അമ്മ, ആരെങ്കിലുമൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരും. അമ്മ വേഗം ഞാൻ ഗർഭിണി എന്റെ സന്തോഷം കാണിച്ചു തുടങ്ങിക്കോ. ഓക്കെ. ഓ ദൈവമേ, നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്റെ മോളെ നീ ഒരു അമ്മയാക്കിയല്ലോ. എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. കല ഗർഭിണിയായതിൽ അമ്മയ്ക്കും മോൾക്കും വലിയ സന്തോഷമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇവിടെ ആർക്കും ആ സന്തോഷം ഇല്ല. എന്താ സീതയെടുത്ത് ഇത്? പഴയതെല്ലാം മറന്ന് എന്നെ ഇപ്പൊ എല്ലാരും കൂടുതൽ സ്നേഹിക്കേണ്ട സമയമല്ലേ ഇത്? നിന്നെയോ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയോ സ്നേഹിക്കാൻ ഇവിടെ ആർക്കും കഴിയില്ല. നല്ലൊരു ഗർഭകാലം പോലും നിനക്ക് ഈ വീട്ടിൽ കിട്ടില്ല. വേണ്ട, എന്നാലും എന്റെ കുഞ്ഞു രൂപപ്പെട്ട് വരേണ്ടത് ഇവിടെയാ. അപ്പച്ചമ്മ നിന്നെ കൊണ്ട് കൂടുതൽ ജോലി ചെയ്യിച്ചെന്ന് വരും. ഓ സാരമില്ല സീതയെടുത്തി. ഗർഭകാലത്ത് ശരീരം ശരിക്കും അനങ്ങി പണിയെടുക്കണമെന്നാ പഴമക്കാര് പറയുന്നതേ. അത് നേരാ. അതെ, എന്റെ മുത്തശ്ശിയെ 12 പെറ്റു. എന്റെ അമ്മയെ പെറ്റത് നെല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴാണെന്ന് എപ്പോഴും പറയുമായിരുന്നു. ചെറിയ ഒരു വേദന തോന്നിയപ്പോ ഒന്ന് മാറിക്കിടന്നു. പെറ്റിട്ട് എഴുന്നേറ്റ് വന്ന് ബാക്കി നെല്ലൂടെ കുത്തി തീർത്തു. അത്ര തന്നെ. നെല്ല് കുത്തുമ്പോ പ്രസവിക്കണോ ആശുപത്രിയിൽ പ്രസവിക്കണോ എന്നൊക്കെയുള്ളതേ നിങ്ങളുടെ കാര്യം. എന്തായാലും ഈ വീട്ടിൽ നടക്കില്ല. ഇന്ന് തന്നെ കല ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോയേ പറ്റൂ. നടക്കില്ല സീതയെടുത്തി. അതെ, വയലൂര് വീട്ടിലെ രവിയുടെ കുഞ്ഞ എന്റെ വയറ്റിൽ കിടക്കുന്നത്. ഇത്രയും കാലം നിങ്ങളുടെയൊക്കെ ഔദാര്യത്തില ഞാൻ ഇവിടെ കഴിഞ്ഞത്. ഇനി അത് വേണ്ട. ഈ മുറി എന്റെ അവകാശമോ. അന്തസ്സോടെ അഭിമാനത്തോടെ ഞാൻ ഇവിടെ താമസിക്കും. ചടങ്ങനുസരിച്ച് 7-ാം മാസത്തിൽ അമ്മ എന്നെ വന്ന് വിളിച്ചോണ്ട് പോകും. അതേ നടക്കൂ. നീ പറഞ്ഞത് തന്നെ അതിന്റെ ഒരു രീതിയും നാട്ടു നടക്കും. ആദ്യത്തെ പ്രസവം എടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ. കുഞ്ഞിന് 3 മാസം പ്രായമാകുമ്പോ രവി വന്ന് അമ്മയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് വരട്ടെ. അതല്ലേ ശരി? അതാണ് ശരി. അതേ നടക്കൂ. മോളെ, അമ്മ പോയിട്ട് പിന്നെ വരാം. വിശേഷം അറിഞ്ഞ സ്ഥിതിക്ക് നിന്നോടുള്ള എന്റെ ദേഷ്യം മുഴുവൻ തീർന്നു കേട്ടോ. ശരി അമ്മ, ഞാൻ ഇനി ഈ മുറി തന്നെ കാണും. 2 മാസമല്ലേ ആയുള്ളൂ. ഇനി 5 മാസം റെസ്റ്റാ. വരട്ടെ സീത മോളെ.
കാര്യങ്ങളൊക്കെ ഇനി മുറ പോലെ നടക്കട്ടെ. ഞാൻ പോയിട്ട് പിന്നെ വരാം. അങ്ങനെ പോയാൽ എങ്ങനെയാ? അവളെയും കൊണ്ട് ഇവിടുന്ന് പോയാ മതി. അതെ, 7ാം മാസത്തിൽ ആർഭാടമായിട്ട് വിളിച്ചോണ്ട് പോവാൻ ഇവിടെ നടന്നിരിക്കുന്നത് അത്ര സന്തോഷമുള്ള കാര്യമൊന്നുമല്ല. കല ഇന്ന് തന്നെ വിളിച്ചോണ്ട് പോയേ പറ്റൂ. അതെന്ത് വർത്താനാ നീ പറയുന്നത്? ഓ, എന്റെ മോൾക്കൊരു കുഞ്ഞു പിറന്ന കുഞ്ഞുമണിയുടെ പേരിലുള്ള സ്വത്ത് എന്റെ ഭർത്താവ് അദ്ദേഹം തിരിച്ചെടുക്കുമെന്ന് പേടിച്ചിട്ടാണ്. നിർത്തലി നിന്റെ ചെറ്റ വർത്തമാനം. നിന്റെ കെട്ടിയോന്റെ സ്വത്ത് ഇവിടെ ആരും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾക്കാക്കും അതിൽ നിന്നൊരു നയാ പൈസ പോലും വേണ്ടതാണ്. വെറുതെ സംസാരിച്ച് മുഷിയണ്ട. കലമോളുടെ കാര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കും. എനിക്ക് കൂടുതൽ ഒന്നും ആലോചിക്കാനില്ല. 7ാം മാസമേ വീട്ടിലേക്ക് വരൂന്ന് വാശിയാ മതികലയ്ക്ക്. അതാണല്ലോ നാട്ടുനടപ്പ്. നാട്ടുനടപ്പല്ല കാര്യം, ഈ വീടിന്റെ സുരക്ഷയാ. എങ്കി പിന്നെ നീ അവളെ ഇറക്കി വിട് ബാല. എന്റെ മോള് ഇവിടെ സത്യാഗ്രഹം ഇരിക്കും, ഗർഭസത്യാഗ്രഹം. നാട്ടുകാരാരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് നമുക്ക് കാണാം. എന്റെ മോള് ഗർഭിണിയാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വെക്കണം ആ ഡോക്ടറുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ പോലും മടിക്കില്ല നിങ്ങള്. കൊച്ചേട്ടനെ ഇത്തിരി മനുഷ്യപ്പറ്റുള്ളൂ. എന്റെ മോളെ കൊച്ചേട്ടനെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോകുന്നത്. പോയിട്ട് പിന്നെ വരാം. ഇനി എന്ത് ചെയ്യും മകളെ? ഒരു കുഞ്ഞിനോട് എന്തിനാ സുഭദ്ര ഇത്ര വിരോധം? കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ നിർത്ത്. ദൈവത്തിന്റെ തോട്ടത്തിലെ പൂക്കളെന്നല്ലേ പറഞ്ഞു വരുന്നത്? ഒരുപാട് കേട്ടിട്ടുണ്ട്. ചില പൂക്കൾക്ക് ഭയങ്കര നാറ്റമായിരിക്കും. അത്തരത്തിലൊന്നാ ആ യക്ഷിയുടെ വയറ്റിൽ കിടക്കുന്നത്. ഭാഗവതം കേട്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അതും മധുരയിലെ കണ്ണന്റെ ലീലകള്. പിറക്കാൻ പോകുന്ന കുഞ്ഞിലൂടെ ദൈവം നല്ലതേ വരുത്തും. ആന്നോ? എന്നാല് കൊലമോളുടെ അടുത്തേക്ക് ചെല്ല്. കൊച്ചാട്ടനെ ഏൽപ്പിച്ചിട്ടാണല്ലോ തള്ള പോയത്. ചെന്ന് ശുശ്രൂഷയ്ക്ക്. പറ്റുമെങ്കിൽ പേരെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ മതി. ആലോചിച്ചിട്ട് ദേഹം തളരുക. ഒന്ന് കിടക്കട്ടെ. മോളെ കുട്ടിമണി. അല്ല, എന്തിനാ പിന്നെ വന്നെ? എന്നെ പറ്റി ഇനിയും കള്ളം പറയാനാ? അയ്യോ അല്ല, ഞാനേ മോളോട് മാപ്പി ചോദിക്കാൻ വന്നതാ. എന്നോട് ക്ഷമിക്കണം. ക്ഷമിച്ച് പൊക്ക. എങ്കിൽ എന്റെ ഈ സമ്മാനം കൂടി സ്വീകരിക്കണം. എന്നാലേ ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കത്തുള്ളൂ. എന്തോ ഇത്? ഒന്ന് മണത്തു നോക്ക്. മോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാ. അതെ, നല്ല ഒന്നാന്തരം പൊറോട്ടയും സൂപ്പർ ചിക്കനുമാ. മോളിത് മുറിക്കാത്തോണ്ടേ കഴിച്ചു. ആരും അറിയരുത് കേട്ടോ. എല്ലാം എന്തിനാ മുറിക്കാതെ കൊണ്ടുവന്നേ? ചേച്ചി അമ്പലത്തിൽ പോയി രാഹുലിന്റെ അമ്മ നല്ല ഓർക്കാം. നമുക്ക് ഇവിടെ നിന്ന് കഴിച്ചാലോ? എന്നാ കഴിച്ചോ കുട്ടിമണി. ഞാനേ കൈ കഴുകിട്ട് വരാവേ. ശരി, വേഗം ചെല്ല്. എടീ കുട്ടിമണി പൊട്ടി, എന്നെ ഇവിടുന്ന് ഓടിച്ച നിന്നെ ഞാനിന്ന് ഇവിടുന്ന് ഇറക്കും. നിന്റെ രാഹുലെ ഞെട്ടും, നീ ഞൊട്ടും. എന്നോടാ കളി. പുതിയ അഴിച്ചു വെച്ചേ. വന്ന ഉടനെ അവള് തീറ്റി തുടങ്ങട്ടെ. വരട്ടെ. എന്നിട്ട് സൂത്രത്തിൽ ആളെ വിളിച്ചു. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ അളിയ കോഴി മാംസം കൊണ്ടുവന്നെന്ന്. അയ്യോ മഹാഭാവി, എന്ത് വൃത്തികേടാ നീ കാണിക്കണേ? അയ്യോ അമ്മേ, ഇത് എനിക്കല്ല, കുട്ടിമണിക്കോ. എന്നെ കൊണ്ട് ഈ കോഴി മാംസം തീറ്റിച്ചോന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ കേട്ടതാ. എടുത്തോണ്ട് പോടാ ഇവിടുന്ന്. അമ്മേ, ശിവ ഇതെന്തോ നാളിയത്? കുക്കുട മാംസോ? കറിയും പൊരിച്ചതുണ്ടളിയാ. ഞാനിപ്പോ ആളെ വിളിച്ച് കൂട്ടിയാ ഈ തെരുവിലുള്ളവരെല്ലാരും കൂടെ അളിയനിട്ട് പൊരിക്കും, എന്നിട്ടെടുത്ത് കറിയും വെക്കും. കാണോ? അയ്യോ അളിയ, ഞാൻ വെറും നിരപരാധിയാ. ഇത് കുട്ടിമണിക്ക് ഞാൻ കൊടുത്ത സമ്മാനമാ. പടിയടച്ച് പിണ്ടം വെക്കണ ഇവനെയൊക്കെ. അതാ വേണ്ടത്. പടിയടക്കണ്ട, പിണ്ടവും വെക്കണ്ട. കുട്ടിമണിയെ ചതിക്കാനുള്ള ശ്രമമായിരുന്നു അളിയന്റേതെന്ന് അമ്മയ്ക്കിപ്പോ മനസ്സിലായല്ലോ. എനിക്കത് മതി. ഇറങ്ങി പോടാ നാണം കെട്ടവനെ. എന്റെ മോളുടെ ജീവിതം നീ തൊലച്ചു. പോടാ. വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് അളിയനിപ്പോ മനസ്സിലായല്ലോ. സ്ഥലം വിട്ടോ. വെറും പാണ്ടല്ലേ അളിയ, ഇത് വെള്ളപ്പാണ്ടാ. ഇനി ഞാൻ കൂടുതൽ ചൊറിഞ്ഞു പുണ്ണാക്കുന്നില്ല.
എല്ലാരും എന്നോട് പൊറുക്കണം, എന്നെ ഇവിടെ തിരിച്ചെടുക്കണം. ദേ മര്യാദക്ക് ഈ കുക്കുട മാംസം എടുത്തോണ്ട് ഇവിടുത്തെ സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഞാനിപ്പോ ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടും. എന്താ വിളിക്കണോ? അളിയ, ഞാൻ പൊയ്ക്കോളാം. അളിയ, അമ്മ ദേ പല വിധത്തിലും കുട്ടിമണി ഇവിടെ നിറക്കാനായിട്ട് അളിയൻ ശ്രമിക്കും. ചിലപ്പോ ഇവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവന്നെന്നും ഇരിക്കും. അമ്മയും ചേച്ചി എന്തും നേരിടാൻ തയ്യാറായിരിക്കണം കേട്ടോ. ചിലപ്പോ അയാൾ ഒരുപാട് ഭർത്താക്കന്മാരെ കൊണ്ടുവന്നിരിക്കും, ഒന്നും വിശ്വസിച്ചേക്കല്ലേ കേട്ടോ. ഭർത്താക്കന്മാരെയും കൊണ്ട് അവനിങ്ങോട്ട് വരട്ടെ, ചാണകവെള്ളം എടുത്ത് മുഖത്തൊഴിക്കുന്നേ. കുട്ടിമണി നമ്മുടെ ചിമ്മുട്ടം പണി അളിയനിട്ട് കൊടുത്തത്. അതാണ് കുട്ടിമണി, എന്നോടാ അവന്റെ കളി. ഈ പണിക്ക് നിനക്ക് ഞാനൊരു സമ്മാനം തരും. എന്ത് വേണം പറഞ്ഞോ. പറ പറ പതുക്കെ പറ എന്റെ കുട്ടിമണി, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കല്ലേ. ഇങ്ങോട്ട് വാ. രവിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മക്കളെ. മനസ്സിലാകാത്ത ഭാഷയിൽ എന്തൊക്കെയോ പറയുകയാ. ഔട്ട് ഓഫ് റേഞ്ച് അപ്പച്ചേമ്മേ. അവൻ എന്നോട് പറഞ്ഞിരുന്നു എന്തോ ദൂരയാത്ര ഉണ്ടെന്ന്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അവനെ വിളിച്ച് വിവരം അറിയിക്കണ്ടേ? അവൻ ഉണ്ടാക്കി വെച്ച പൊല്ലായ്പിന് അവൻ തന്നെ പരിഹാരം കാണട്ടെ. ഇനി കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കാം സുഭദ്ര. തമ്പി സാറിനെ വിളിച്ച് വിവരം പറഞ്ഞാലോ? തമ്പി സാറ് രവിയെ വിവരം അറിയിച്ചോളൂ. ആ, അത് ബുദ്ധിയാ മോളെ. നീ ഇതിന്ന് തമ്പി അദ്ദേഹത്തെ വിളിക്ക്. ഇപ്പൊ ആരെയും വിളിക്കണ്ട സീതേ. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നാ എന്റെ ആലോചന. അതെങ്ങനെ? സ്വന്തം രക്തത്തിലൊരു കുഞ്ഞ് എല്ലാ പുരുഷന്റെ സ്വപ്നമാണ്. രവിക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകാതിരിക്കില്ലല്ലോ. സംശയം എന്താ ബാലേട്ട? ആ ആഗ്രഹത്തിൽ നിന്ന് തന്നെയാവുമല്ലോ ഇത് സംഭവിച്ചതും. ആ അതെ, തൽക്കാലം കുഞ്ഞു പിറക്കാൻ പോകുന്ന കാര്യം നമ്മൾ അവനോട് പറയണ്ട. എത്ര നാൾ ഒളിച്ചു വെക്കാൻ പറ്റും മക്കളെ? വയറ് വളർന്നു വരികയല്ലേ. വയറ് വളർന്നു വരരുത്, ആ കുഞ്ഞ് ഇല്ലാതാകണം. ആർക്കൊരു സംശയം തോന്നാതെ അബോർട്ട് ചെയ്യണം. മരുന്ന് വാങ്ങി പാലിലോ മറ്റോ കലക്കി കൊടുത്താൽ മതി. മഹാപാപം പറയാതെ മക്കളെ. ഒരു കുഞ്ഞ് പോയതിന്റെ സങ്കടത്തിലാ ഈ കുടുംബം കഴിയുന്നത്. ഇനി നമ്മളായിട്ട് വേറൊരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ ഒരു കാലത്തും അതിന്റെ ശാപം തീരില്ല. എങ്ങനെ ഈ വീട്ടിൽ നിന്ന് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടത്? കാരണക്കാരി അവളല്ലേ. അവള് മനസ്സിലാക്കട്ടെ ഒരമ്മയുടെ വേദന. അപ്പച്ചിയമ്മ ഒരു സഹാനുഭൂതിയും കാണിക്കണ്ട. കാണാതിരിക്കാൻ പറ്റില്ല മക്കളെ. അങ്ങനെയൊക്കെ ചെയ്ത അവളും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല. ഞാനും അപ്പച്ചമ്മയുടെ ഭാഗത്താ. ഗർഭത്തിലാണെങ്കിലും അതിനും ജീവനുണ്ട്. ഒരു കൊലയാളിയാവാനാ ബാലേട്ടൻ പ്ലാൻ ഇടുന്നത്. അറിയാം, പക്ഷെ പേരെന്താ ഇപ്പൊ ചെയ്യുക? വിശദമായി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി എന്നാ എന്റെ അഭിപ്രായം. അതെ, എന്തായാലും ആദ്യം രവി വിവരം അറിയിക്കണം. എന്താ പരിഹാരമെന്ന് രവി തന്നെ പറഞ്ഞോട്ടെ. തൽക്കാലം നമ്മളായിട്ട് ഇതാരോടും പറയേണ്ട സ്ഥിതി. ആലോചിച്ചു നോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അവളെപ്പോലെ ഒരു രാക്ഷസിക്ക് പിറക്കാതിരിക്കുന്നതാ ആ കുഞ്ഞിന് നല്ലത്. നമ്മളൊരു ദയാവധം ചെയ്യുന്നു എന്ന് കരുതിയാൽ മതി. ആ കുഞ്ഞ് പിറക്കാതെ പോട്ടെ. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞാനും സമ്മതിക്കില്ല അപ്പച്ചമ്മേ. ബാലേട്ടന്റെ മനസ്സ് ഞാൻ പറഞ്ഞു മാറ്റിക്കോളാം. അത് കഴിഞ്ഞ് രവിയെ വിവരം അറിയിച്ചാൽ മതി. നാളെ മുതല് നീയും എന്റെ കൂടെ സപ്താഹത്തിന് വാസുമതി. എല്ലാ സങ്കടവും ഭഗവാൻ മാറ്റി തരും. ഇല്ല, ഈ സങ്കടം തീർക്കാൻ ഒരു സപ്താഹത്തിനെ കൊണ്ടും ആവില്ല.
മക്കളുണ്ടെങ്കിൽ സങ്കടം, ഇല്ലെങ്കിലും സങ്കടം. കടല് പോലെ ആ മനുഷ്യന്റെ ജീവിതം. നിറയെ വെള്ളമുണ്ട്, പക്ഷേ കണ്ണീരിന്റെ ഉപ്പ് കലർന്നതാണെന്ന് മാത്രം. എത്തി. എടാ മഹേഷേ, നീ കൊണ്ടുവന്ന വൈദ്യം മിടുക്കനാ. 2 ദിവസം മരുന്ന് കൊണ്ട് തന്നെ കാലിത്തിരി ബലം വച്ചിട്ടുണ്ട്. ഈ ചോര ഓടുന്നത് എനിക്ക് തിരിച്ചറിയാം. വൈദ്യര് പുലിയാ മാഡം. ഒരേ ഒരു മാസം കൊണ്ട് മാഡോട് ഓടിച്ചാടി നടക്കും. അല്ല, നമുക്കൊന്ന് നടന്ന് പരിശീലിക്കണ്ടേ? വേണമെങ്കിൽ ഞാൻ പിടിക്കാം. വേണ്ട വേണ്ട, എന്നെ നടത്തിക്കാനേ കുട്ടുമണിയുണ്ട്. അവള് പിടിക്കുമ്പോഴേ എന്റെ ശ്രീകുട്ടി എന്നെ നടത്തിക്കുന്നത് പോലെ തോന്നും. ശ്രീകുട്ടിയെ പോലെ തന്നെ എന്നെയും കരുതിയാ മതി. വേണമെങ്കിൽ മാഡം എന്നെ ശ്രീകുട്ടാന്ന് വിളിച്ചു. ഓ, ഒരു ശ്രീകുട്ടൻ കണ്ടച്ചാലും മതി. നീ നമ്പൂതിരി തന്നെയാണോടാ? പിന്നല്ലാതെ. പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കി ബ്രാഹ്മണർക്ക് ദാനം ചെയ്തില്ലേ? അതിലൊരു ബ്രാഹ്മണനാ എന്റെ പൂർവികൻ. ആ എറിഞ്ഞ മഴുവിന്റെ ഒരു ചെറിയ പീസ് ഇപ്പോഴും എന്റെ വീട്ടിലുണ്ട്. സത്യം. മതി മതി നിന്റെ വാചകാടി. വരുമെന്ന് പറഞ്ഞവരെ കാണുന്നുണ്ടല്ലോടാ. ഇപ്പൊ എത്തും മാഡം. ജൈവ പച്ചക്കറിയുടെ വിപണനം കഴിഞ്ഞ കാണത്തില്ല. ലോഡ് ഇറക്കി വണ്ടി പാർക്ക് ചെയ്തിട്ടില്ലേ അവർക്ക് വരാൻ പറ്റൂ. ഒരുപാട് വണ്ടിയൊക്കെ ഉണ്ടാടാ. ഉണ്ടോന്നോ? വണ്ടികൾ ഇടാൻ വേണ്ടി മാത്രം ഒരു ഗ്രൗണ്ട് മുഴുവൻ വാടകയ്ക്ക് എടുത്ത് ഇട്ടിരിക്കുമല്ലേ. ഉഗ്രം പാർട്ടിയാ. എന്നാലും ബ്രാഹ്മണരല്ലെന്ന് പറഞ്ഞതാ ഒരു മനപ്രയാസം. ബ്രാഹ്മണരല്ലെങ്കിൽ എന്താ, ശുദ്ധ ബ്രാഹ്മണരെ പോലെ അവരുടെ ജീവിതം. ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണ്യൊക്കെ മറ്റ് ജാതിക്കാർക്കാ കൂടുതൽ. എന്റെ അളിയനെ അറിയില്ലേ, ആ രാഹുലൻ? അറിയാം. അവന്റെ ഇഷ്ടഭക്ഷണം കോഴിമാംസ. ഏയ്, ഓർത്തിട്ട് തന്നെ അറപ്പ് തോന്നുന്നു. നേരാണോ മകേഷേ? മാംസാഹാരിയാണോ അവൻ? ആ, അതേന്ന്. മാംസാഹാരം മാത്രമല്ല, മദ്യസേവയുണ്ടവന്. ശിവ ശിവ, ഞാൻ എന്താ ഈ കേക്കണേ? അവനോട് അധികം കൂട്ടു വേണ്ടെന്ന് കുട്ടുമണിയോട് പറയണമല്ലോ. അതെ അതെ, സൂക്ഷിച്ചാലേ ദുഃഖിക്കേണ്ട. ആ, വന്നല്ലോ മാഡം. ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാര്. ഇത് മനസ്സിജൻ. നമസ്കാരം. ഇത് ഞാൻ പിച്ചള. നിന്നെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോടാ. ഏയ്, കണ്ടിരിക്കാൻ സാധ്യത ഇല്ല. അല്ലല്ല, ഞാൻ കണ്ടിട്ടുണ്ട്. ജൈവ പച്ചക്കറിയുടെ വിപണനത്തിനിടയിലായിരിക്കും. അതല്ലടാ, കുറെ വർഷങ്ങളായി ഞാൻ അധികം മനുഷ്യരെ കാണാറില്ലായിരുന്നു. അതുകൊണ്ട് കാണുന്നവരെയൊക്കെ ഞാൻ ഓർത്തിരിക്കും. നീ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല അമ്മച്ചി, ഞാൻ ഈ സ്ഥലത്ത് ആദ്യമായിട്ട്. അതെ, നമുക്ക് ഈ പരിചയം പുതുക്കലൊക്കെ പിന്നീടാവാം. ഞങ്ങൾ ഈ വീടൊന്ന് കണ്ടോട്ടെ. പിന്നെന്താ, വാ അകത്തേക്ക് വാ. കാണുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മത്സ്യ മാംസാദികളൊന്നും ഈ വീട്ടിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല. ആ സോമരസത്തിന്റെ കാര്യം കൂടി ഒന്ന് പ്രത്യേകം പറഞ്ഞേരെ. അതെ, മദ്യപാനവും പുകവലിയും ഇവിടെ പാടില്ല. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെയുള്ള ദുശീലങ്ങളൊന്നുമില്ല. ഹാൻസ്, പാൻപരാഗ്, ശംഭു, ഗണേശ്, കഞ്ചാവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് ഇത്തരം ഒരു പരിപാടിയില്ല മഹേഷ് ഭായി. ഓക്കെ മാഡം, നമുക്ക് വീട് കൊടുത്തേക്കാം. 10,000 രൂപ അഡ്വാൻസ് ഇവര് വരും, 2,500 രൂപ വാടക. എന്തായാലും ഇവര് വീട് കാണട്ടെ. ശരി, വീട് കാണിച്ചു കൊടുക്കും. എന്നാലും ഞാൻ അവനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. Yeah.